In last video we had discussed about side distance. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടേഷൻ ഓഫ് സൈഡ് ഡിസ്റ്റൻസ് 5 ഫാക്ടേഴ്സാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 5 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ 4 ഫാക്ടേഴ്സും കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ റിയാക്ഷൻ ഓഫ് ടൈം ഓഫ് ദ ഡ്രൈവറാണ് ഈ വീഡിയോയിൽ മെയിൻലി പറഞ്ഞു വരുന്നത്. ഓക്കെ, റിയാക്ഷൻ ഓഫ് ടൈം ഓഫ് ദ ഡ്രൈവർ. എന്താ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് റിയാക്ഷൻ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്? അത് വേറൊന്നുമല്ല. റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ ഇസ് ദ ടൈം ടേക്കൺ ഫ്രം ദ ഇൻസ്റ്റൻറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് വിസിബിൾ ടു ദ ഡ്രൈവർ ടു ദ ഇൻസ്റ്റൻറ്റ് ദ ബ്രേക്സ് ആർ എഫക്റ്റീവ്ലി അപ്ലൈഡ്. അതായത് പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ വാഹനത്തോടെ നമ്മൾ റോഡിൽ കൂടെ പോകുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മുടെ മുമ്പിൽ നമ്മൾ വിസിബിളായി, ലൈൻ ഓഫ് സൈറ്റ്. ആ ഒബ്ജക്റ്റ് കണ്ടതിന് ശേഷം നമുക്കിപ്പോൾ ആ വണ്ടി നിർത്തണോ ബ്രേക്ക് അമർത്തണോ നമ്മൾ ആലോചിക്കും. ഓക്കെ, അപ്പോൾ ആ ആലോചിക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഇവിടെ ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടൈം ടേക്കൺ ഫ്രം, അതായത് നമ്മൾ ഒബ്ജക്റ്റ് കണ്ടതിന് ശേഷം ആ സമയത്തുള്ള ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എപ്പോൾ വരെ നമ്മൾ ബ്രേക്ക് എഫക്റ്റീവ്ലി അപ്ലൈ ചെയ്യുന്നവരെ. അത് ബ്രേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കണ്ടോ, ഇതിലെന്താ നമ്മൾ വണ്ടി മുന്നോട്ട് പോകുന്ന ഒരു മൃഗം മുമ്പിൽ കണ്ടു. ഓക്കെ, നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ മൊത്തം ഡിസ്റ്റൻസിന് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ നിർത്തുന്നവരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിന്. ഇതിൽ റിയാക്ഷൻ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വണ്ടി നമ്മൾ ആ ഒരു മൃഗത്തെ കണ്ട സമയത്ത് ഡ്രൈവർ എന്ത് ചെയ്തു, ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആലോചിച്ചു. ഓക്കെ, ആ ആലോചിക്കുന്ന സമയമാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, reaction time of the driver is the time taken from the instant the object is visible to the driver to the instant brakes are effectively applied. ഇനി ഈ സമയത്ത് ആ വണ്ടി കുറച്ച് ദൂരം യാത്ര ചെയ്യും, ശരിയല്ലേ? കാരണം എന്താ, കാരണം ഇത് ആ ഡ്രൈവർ ആലോചിക്കുന്ന സമയമാണ് ഈ റിയാക്ഷൻ ടൈമാണ് ഉദ്ദേശിക്കുന്നത്, റിയാക്ഷൻ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിൽ ആ വണ്ടി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഈ റിയാക്ഷൻ ടൈമിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പെർസെപ്ഷൻ ടൈമും ഒന്ന് ബ്രേക്ക് റിയാക്ഷൻ ടൈമും. എന്താണ് പെർസെപ്ഷൻ ടൈം? പെർസെപ്ഷൻ ടൈം ഇസ് ദ ടൈം റിക്വയർഡ് ഫോർ എ ഡ്രൈവർ ടു റിയലൈസ് ദ ബ്രേക്ക് മസ്റ്റ് ടു ബി അപ്ലൈഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് മുമ്പിൽ കണ്ടു. അതിൽ നമ്മൾ വണ്ടി പോകുന്ന സമയത്ത് ഡ്രൈവറിന് പല ഒബ്ജക്ട്സ് മുമ്പിൽ കാണാൻ പറ്റും. മൂവി വെഹിക്കിൾസ് ഉണ്ടാവാം, ഡിവൈഡർ ഉണ്ടാവും, സൈൻ ബോർഡ് ഉണ്ടാവും. ഇതെന്ത് ഒബ്ജക്റ്റ് കാണുമ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു നിർബന്ധവുമില്ല. എപ്പോഴാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? അത് ചില പെർട്ടിക്കുലർ ഒബ്ജക്ട്സ് പെർട്ടിക്കുലർ കേസ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീഡ് ബ്രേക്കർ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നെന്ന് വന്നു. ആ ഒരു അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വരെ ആ ഡ്രൈവർ കണ്ടതിന് ശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന വരെയുള്ള ആ ടൈമിനെയാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് ഡ്രൈവർ ലൈൻ ഓഫ് സൈറ്റിൽ കണ്ടു. എന്താ ലൈൻ ഓഫ് സൈറ്റ് എന്ന് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും സൈഡ് ഡിസ്റ്റൻസ് അല്ല, ലൈൻ ഓഫ് സൈറ്റ്. എങ്ങനെയായിട്ട് ആ ഡ്രൈവർ കണ്ടതിന് ശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായി. അതുവരെയുള്ള ആ ടൈമിനെയാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നീട് വരുന്ന ടൈമാണ് ബ്രേക്ക് റിയാക്ഷൻ ടൈം. എന്താണ് ആ സമയത്താണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്യുന്ന ടൈം. ഓക്കെ, ഇത് ഏതൊക്കെ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്രേക്ക് റിയാക്ഷൻ ടൈമിൽ? പിന്നെ പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. സ്കിൽ ഓഫ് ദ ഡ്രൈവർ. ഓക്കെ, ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറിന് ബ്രേക്ക് റിയാക്ഷൻ ടൈം വളരെ കുറവായിരിക്കും. മറ്റേതാണെങ്കിൽ ഒരു തുടക്കക്കാരനാണെങ്കിൽ അങ്ങനെ ഒന്ന് ആലോചിച്ച് ബ്രേക്ക് അമർത്തും, അതിൻ്റെ ടൈം എടുക്കും. ഓക്കെ, പിന്നെ എൻവയറൺമെൻറ്റ് ഫാക്ടേഴ്സും എടുക്കും. അതായത് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം, അതും ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഈ വെറ്റ് കണ്ടീഷൻസും ഡ്രൈ കണ്ടീഷനും റോഡ് സമയത്തൊക്കെ ഈ ബ്രേക്കിൻ്റെ ഇതും ആ ടൈമും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആ വിസിബിലിറ്റി അതൊക്കെ എൻവയറൺമെൻറ്റ് ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇതാണ് ഈ റിയാക്ഷൻ ടൈം. ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് പെർസെപ്ഷൻ ടൈമും മറ്റത് ബ്രേക്ക് റിയാക്ഷൻ ടൈമും. ഓക്കെ, ഇനി നമ്മൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടോട്ടൽ റിയാക്ഷൻ ടൈമിൽ വെഹിക്കിൾ കുറച്ച് മൂവ് ചെയ്യും. അതായത് നമ്മൾ ഈ ഫിഗറിൽ കണ്ടുമല്ലോ, ഒരു പട്ടിയെ മുന്നിൽ ഡ്രൈവർ കണ്ടു. ആ സമയത്ത് ഈ വണ്ടി നിർത്തണമെന്ന് മനസ്സിലായി, പക്ഷേ എന്നിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ പോയി. അതുവരെയുള്ള സമയമാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ആ റിയാക്ഷൻ ടൈമിൽ വണ്ടി പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ട്രാവൽ ചെയ്തിരിക്കും. കാരണം ബ്രേക്ക് അപ്ലിക്കേഷനിൽ അതിന് ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഡിസ്റ്റൻസാണ് ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ആ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ശേഷം ആ വണ്ടി ഒരു പോയിൻ്റ് എത്തുമ്പോൾ വണ്ടി നിൽക്കും. അപ്പോൾ അതുവരെ പോകുന്ന ഡിസ്റ്റൻസിനാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗർ കാണുമ്പോൾ ക്ലിയർ ആയിരിക്കും.
എന്താണ് ലാഗ് ഡിസ്റ്റൻസും ഒന്ന് റിയാക്ഷൻ ടൈം എന്താണെന്നും. ഓക്കെ, ഇത് ഫിഗർ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ പിന്നെ ആ ഒരു മരത്തിന് മുമ്പിൽ വിസിബിൾ ചെയ്തു, ഡ്രൈവർ പിന്നെ കണ്ടു, അത് മനസ്സിലായി, ഒരു അസറാണെന്ന് വണ്ടി നിർത്തണം. അപ്പോൾ വണ്ടി നിർത്താൻ തീരുമാനിച്ചു. ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് ഡിസിഷൻ ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് വണ്ടി ട്രാവൽ ചെയ്തു റിയാക്ഷൻ ടൈമിൽ. നെക്സ്റ്റ് പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തു, അത് ഡിസ്റ്റൻസാണ്. എന്നിട്ട് വണ്ടി അവിടെ മരത്തിനടുത്തെത്തുമ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പായി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആദ്യം പറഞ്ഞ റിയാക്ഷൻ ടൈമിന് ഒരു തിയറി വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോർമലി. ഓക്കെ, ആ തിയറിയാണ് PIEV തിയറി. എന്താണ് PIEV തിയറി? അക്കോർഡിംഗ് ടു ദിസ് തിയറി, ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ ഇസ് സ്പ്ലിറ്റ് ഇൻറ്റു 4 പാർട്സ്. അതായത് ഈ ടോട്ടൽ റിയാക്ഷൻ ടൈം നേരത്തെ പറഞ്ഞ റിയാക്ഷൻ ടൈമില്ല, അതിന് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് കൂടി പറയും. അതിന് 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് P എന്ന് ഉദ്ദേശിക്കുന്നത് പെർസെപ്ഷൻ, I ഇൻ്റലക്ഷൻ, E ഇമോഷൻ, V വൊല്യൂഷൻ. ഈ ഡയഗ്രാം വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഈ പെർസെപ്ഷൻ ടൈം ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമല്ല, ഇതിൽ നമ്മളിപ്പോൾ വണ്ടി കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് കണ്ടെന്ന് ചോദിക്കുക. അപ്പോൾ ഡ്രൈവറുടെ സമയത്ത് ആ ഒബ്ജക്റ്റ് ആ ഡ്രൈവർ റിസീവ് ചെയ്തു. എങ്ങനെ റിസീവ് ചെയ്യുക? ഒന്നെങ്കിൽ അത് ഐ വെച്ച് അത് കണ്ടപ്പാട്, അല്ലെങ്കിൽ സൗണ്ട് കേട്ട് ബൈ ഇയേഴ്സ്, ഐസ് ഓ ഇയേഴ്സ്, ആ സെൻസേഷൻ നമ്മൾ റിസീവ് ചെയ്തിട്ട് പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് ബ്രെയിനിൽ കൂടെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് ത്രൂ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്പൈനൽ കോഡ്. ഓക്കെ, ആ നെർവസ് സിസ്റ്റം വരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആയിരിക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മൾ ബ്രെയിനിലേക്ക് എത്തി. ഓക്കെ, നെക്സ്റ്റ് എന്ത് സംഭവിക്കുക? ബ്രെയിനിലേക്ക് എത്തിയപ്പോൾ ആ ബ്രെയിനിൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്യും. നമ്മൾ നോർമലി കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സിസ്റ്റവും ഹ്യൂമൻ ബോഡി അതേപോലെ തന്നെ വേറൊരു സിസ്റ്റമാണ്. നമ്മൾ ബ്രെയിനിൽ ഇത് അനലൈസ് ചെയ്തു, ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ആ ഒരു ടൈമിലാണ് ഇൻ്റലക്ഷൻ ടൈം എന്ന് പറയുന്നത്. നമ്മൾ ചില ആൾക്കാർ ഇൻ്റലക്റ്റാണെന്നൊക്കെ പറയുന്നേക്കില്ല. ഈ എന്താണ് കാര്യങ്ങൾ മനസ്സിലാകുന്ന ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യും. എല്ലാവർക്കും ഒരേപോലെയാണെന്നില്ല. ഓക്കെ, അപ്പോൾ അത് വെച്ചാണ് ഈ ഇൻ്റലക്ഷൻ ടൈം എന്ന് വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ മെസ്സേജ് നമ്മൾ ബ്രെയിനിലേക്ക് എത്തി, ആ ബ്രെയിൻ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇറ്റ്സ് ടൈം റിക്വയർഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ. അതാണ് ഇൻ്റലക്ച്വൽ ടൈം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇമോഷൻ ടൈം. അവസാനം കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യും? ഒരു ഇമോഷൻ ഉണ്ടാവും. ഓക്കെ, ഇമോഷണൽ ഫീലിങ്സ് എന്നൊക്കെ പറയാറില്ലേ? അത് എന്തും ആവാം. ഇപ്പോൾ നമ്മളിപ്പോൾ മുമ്പിലൊരു വണ്ടി, നമ്മൾ ഒരു റോങ് സൈഡിൽ ഒരു വണ്ടി മുമ്പേ കൂടെ പോയി, അല്ലെങ്കിൽ സൈഡിൽ കൂടെ നമ്മൾ ഓവർടേക്ക് ചെയ്തു. ഓട്ടോമാറ്റിക്കലി നമ്മൾ പെട്ടെന്ന് കണ്ടു, നമ്മൾ ബ്രേക്ക് അപ്ലൈ നോക്കി. ആ സമയത്ത് എന്താ, ഈ മെസ്സേജ് നമ്മൾ നേരെ ബ്രെയിനിലേക്ക് പാസ് ചെയ്തു. ബ്രെയിൻ റിയാക്ഷൻ എടുത്തു, എന്താണ് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമുക്കത് വിഷമമുള്ള കാര്യങ്ങൾ, നമുക്ക് ദേഷ്യം വരും, ആങ്കർ വരും, ചിലപ്പോൾ വിഷമം വരും, എന്തും ആവാം. ഓക്കെ, അത് എന്തും ആവാം. അതിന് ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ്, ആ ഒരു സെൻസേഷൻ ഉണ്ടാകുന്ന ടൈമിലാണ് ഇമോഷണൽ ടൈം പറയുന്നത്. അതൊക്കെ വളരെ ചെറിയൊരു ടൈമായിരിക്കാം, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞപ്പോൾ അവസാനം തീരുമാനിച്ചു ബ്രേക്ക് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തും ചെയ്യണമെന്ന്. ഓക്കെ, അല്ലെങ്കിൽ സ്ലോ ചെയ്യണമെന്നും. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് വളയ്ക്കണമെന്നോ, അല്ലെങ്കിൽ ഡയറക്ഷൻ വണ്ടി മാറ്റണം. ആ ഒരു റിയാക്ഷൻ, ഫൈനൽ ആക്ഷൻ എടുക്കുന്ന ആ ടൈമിലാണ് വോല്യൂഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വേറൊന്നുമില്ല, പെർസെപ്ഷൻ ടൈമുണ്ട്, ഇൻ്റലക്ഷൻ ടൈമുണ്ട്, എമോഷൻ ടൈമുണ്ട്, വോല്യൂഷൻ ടൈമുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഡ്രൈവറിൻ്റെ ഹ്യൂമൻ ബോഡിയിലാണ് നടക്കുന്ന കാര്യങ്ങളാണ്. വെഹിക്കിളിലൊന്നും സംഭവിക്കുന്നില്ല. വെഹിക്കിളിന് അപ്പോഴാണ് സംഭവിക്കുന്നത്, ആ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഫൈനൽ ആക്ഷൻ നമ്മൾ ഡിസൈഡ് ചെയ്തില്ലേ, ടൈം ടേക്കൺ ടു ടേക്ക് ഫോർ ഫൈനൽ. അത് കഴിഞ്ഞ ശേഷം വണ്ടിയുടെ സ്പീഡ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും. കാരണം അതിനുശേഷം വണ്ടീന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ലോ ആക്കുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നു വരുന്നത്. പക്ഷെ അതുവരെ പോകുന്ന ഡിസ്റ്റൻസ് സെയിം വെലോസിറ്റിയിലായിരിക്കും. ശരിയല്ലേ? നമ്മളിപ്പോൾ വണ്ടി ഒരു പെർട്ടിക്കുലർ സ്പീഡ് 30 km/h 40 km/h വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുമ്പിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് കാണുകയാണ്. ഡ്രൈവർ ആലോചിക്കുകയാണ് വണ്ടി നിർത്തണോ വേണ്ടിയെന്ന്. അപ്പോഴും നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ ഈ ടോട്ടൽ റേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്തു. ഇനി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നവരെ അതാണ് ടോട്ടൽ റേഷൻ ടൈം. അപ്ലൈ ചെയ്യുന്നവർ ആ സെയിം സ്പീഡിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനാണ് നേരത്തെ പറഞ്ഞ പോലെ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയും. അതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് V/T ആണ്. V ആണ് സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ, സ്വാഭാവികം. T ആണ് ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഈ ആലോചിക്കുന്ന ഇതും ഓരോ ആൾക്കാർ വ്യക്തിമായി മാറുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. ഓക്കെ, നമ്മൾ നോർമലി അത് മാറുന്ന ടൈമിങ് 0.5 seconds to 3 to 4 seconds വരെ എടുക്കും. ഓക്കെ, നമ്മൾ പറയാറുണ്ടല്ലോ, ചില ആൾക്കാർക്ക് ട്യൂബ്ലൈറ്റ് എന്നൊക്കെ പറയാറില്ല, അവർക്ക് ഇൻ്റലക്ഷൻ ടൈം കുറവായിരിക്കും, കത്താൻ കുറച്ച് ടൈം എടുക്കും. ചിലർക്ക് പെട്ടെന്ന് കത്തും, ചിലപ്പോൾ ചിലർക്ക് കാണുന്നാട്ടി മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവും. ചിലർക്ക് സിനിമയിലൊക്കെ പറയുന്നില്ലേ, എന്താ മറ്റുള്ളവർ ആലോചിച്ച് തുടങ്ങുന്നിടത്ത് ഞാൻ ആലോചിച്ച് തുടങ്ങുന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെ ചിലർ IQ ഒക്കെ വളരെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു അത് നമ്മൾ IRC നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ TE
ഈ മൊത്തത്തെ ടൈം ഒരു കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2.5 സെക്കൻഡ്സ്. നമ്മൾ കാൽക്കുലേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് IRCൻ്റെ ഇത് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചില കേസിൽ അവർ ടൈം തരും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ചില കേസിൽ അവർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം IRC പ്രകാരം T എന്നുള്ള 2.5 സെക്കൻഡ്സ് ആണ് മനസ്സിലാക്കുന്നത്. 2.5 സെക്കൻഡ് വേണം ഒരു ഡ്രൈവറിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, ഇനി SSD എന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇതിന് സ്പ്ലിറ്റ് ചെയ്തില്ല. ഒന്ന് ലാഗ് ഡിസ്റ്റൻസും ഒന്ന് ബ്രേക്കിംഗ് ഡിസ്റ്റൻസും. എന്താണ് ലാഗ് ഡിസ്റ്റൻസ് ഞാൻ ഇതുവരെ പറഞ്ഞു മനസ്സിലായി വിശ്വസിക്കുന്നു. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വേറെ ഒന്നുമല്ല, നമ്മൾ വണ്ടി നമ്മൾ ബ്രേക്ക് അപ്ലൈ ശേഷം പിന്നീട് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ പോയി വണ്ടി അവിടെ നിൽക്കും. ആ ഒരു ഡിസ്റ്റൻസാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൽ ലാഗ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വെലോസിറ്റിൻ്റെ ടൈമാണ് V. നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ SSD നമ്മൾ പറഞ്ഞു ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ലാഗ് ഡിസ്റ്റൻസ് V/T. ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് V²/2GF നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് വെഹിക്കിളാണ്, G പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ്, F പറഞ്ഞാൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റാണ്. അതായത് നമ്മളിപ്പോൾ റോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് നമ്മൾ ടയറിൻ്റെയും നമ്മളെ മെറ്റീരിയൽ റോഡ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഒരേ ഇതായിരിക്കില്ല എല്ലാ റോഡിനും. ഓക്കെ, നമ്മളിപ്പോൾ കോൺക്രീറ്റ് റോഡാണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ ബോണ്ട് അല്ലെങ്കിൽ മഡ് റോഡാണെങ്കിലും അല്ലെങ്കിൽ ബിറ്റുമിൻ ടാർ റോഡാണെങ്കിലും ഇതിനൊക്കെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി എത്ര മുന്നോട്ട് ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് വണ്ടി നിൽക്കുന്നത്, ഇതിനൊക്കെ ഈ റോഡിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. നല്ലൊരു ടയറാണെങ്കിൽ പെട്ടെന്ന് നിൽക്കും. ടയർ കുറച്ച് പഴയതാണെങ്കിലോ ഒരിക്കലും ആ നേരത്തെ കവർ ചെയ്ത് ആ ഡിസ്റ്റൻസിന് ഉള്ളിൽ നിൽക്കണമെന്നില്ല, കുറച്ചും കൂടി മുമ്പോട്ട് പോകും. ഓക്കെ, അതേപോലെ തന്നെ റോഡിനെയും ഇതേപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് F എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ്ലി F ഈ ബ്രേക്ക് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഇക്വേഷൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. V²/2GF ± N/100. എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്ലോപ്പാണ്, അതായത് റോഡിൻ്റെ സ്ലോപ്പാണ്. അത് നമ്മളിപ്പോൾ കയറ്റത്തിൽ വണ്ടി പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഇറക്കത്തിലാണെങ്കിൽ പോലും ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ കയറ്റത്തിലാണെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ പോവുകയുള്ളൂ. പക്ഷേ ഇറക്കത്തിലാണെങ്കിലോ വണ്ടി കുറച്ചും കൂടി ദൂരെ യാത്ര ചെയ്തിട്ട് പക്ഷേ വണ്ടി നിൽക്കുകയില്ല. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിലൊന്നും കൂടി വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. VT + V²/2GF. L എന്നുള്ള ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നതാണ്. V സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ. ഇതൊക്കെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണ് കൊടുക്കുന്നത്, കാരണം G നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അഥവാ നമ്മൾ km/h കൊടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ സ്ലൈറ്റ് ചേഞ്ചസ് വരും. വേറൊന്നുമല്ല, Vൻ്റെ പകരം 0.278 V എന്നതും T സെക്കൻഡ് തന്നെയാണ്. V²/254F. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഗേറ്റ് എക്സാമിനൊക്കെ ആ സമയത്തൊക്കെ ഈ ഇക്വേഷൻസ് ഇപ്പോൾ വെലോസിറ്റി km/h തരിക. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് സ്ലൈറ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഫ്രിക്ഷൻ IRC ഒരു സ്റ്റാൻഡേർഡ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില റോഡ്സിൽ സ്പീഡ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്ര കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കി നോക്കുകയാണ്. ഇപ്പോൾ NHലും SHലൊക്കെ നമ്മൾ ഒരു സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ചിലപ്പോൾ KSTP റോഡിലൊക്കെ 80 km/h അവിടെ ഡിസൈൻ സ്പീഡ്. ആ സമയത്തൊക്കെ അവിടെയൊക്കെ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുക 0.35 ആണ്. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യും ഓരോ റോഡിലും. ഓക്കെ, ഇനി ഒരു പ്രോബ്ലത്തിലേക്ക് വരാം. കാൽക്കുലേറ്റ് ദ സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ സ്പീഡ് ഓഫ് 50 km. ഇനി വേറൊരു കാര്യം കൂടി ഇത് പറയാനുള്ളത്, നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇത് പറയുന്ന സമയത്ത് വേറൊരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വിട്ടുപോയി പറയുന്നതാണ്. വേറൊന്നുമല്ല, നമ്മൾ ഇതൊക്കെ പറയുന്നത് 1 വേ ട്രാഫിക് ലൈൻസ് ആൻഡ് 2 വേ ട്രാഫിക് ലൈൻസ് ഉണ്ടാവും. ശരിയാവും, റോഡ് 1 വേ ട്രാഫിക് ലൈനും 2 വേ ട്രാഫിക് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, 1 വേ ട്രാഫിക് എന്താ? ഓൺ ദ road the restricted width of a single lane road when 2 way movements of traffic is permitted. The minimum stopping size should be equal to twice the stopping distance to the enable to both vehicle coming from the opposite direction to the stop. വേറൊന്നുമല്ല പറഞ്ഞു അത്, നമ്മളിപ്പോൾ സിംഗിൾ ട്രെയിൻ റോഡ് അത് 2 വേ ട്രാഫിക്കിന് 2 ലൈൻ റോഡ് അടക്കം ഡിവൈഡർ കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈക്വേഷൻസ് മതി. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് 2 വേ ട്രാഫിക് ആണ് സിംഗിൾ ലൈൻ റോഡ്. 2 വേ ട്രാഫിക് ഇൻ സിംഗിൾ ലൈൻ റോഡ് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ റോഡ്സിലൊക്കെ നമ്മൾ അങ്ങനെ കാണാറ്. 2 വേ ട്രാഫിക് ഇൻ സിംഗിൾ ലൈൻ റോഡാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പോകുന്ന നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ ഒക്കെ സിംഗിൾ പ്ലെയിൻ റോഡാണ്. 2 വേ ട്രാഫിക്കാണ് ഉണ്ടാവുക നോർമലി. അവിടെയൊക്കെ നമ്മൾ സൈഡ് ഡിസ്റ്റൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ 2 ടൈം എത്രയാണോ സൈഡ് ഡിസ്റ്റൻസ് കിട്ടുന്നത് അതിന് 2 ടൈംസ് നമ്മൾ കൊടുക്കുക. 2 × SD ആക്കും. ഓക്കെ,
നമ്മൾ ഇൻ ബിറ്റ്വീൻ ഡിവൈഡറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ചാനലൊക്കെ ആണെങ്കിൽ നമ്മൾ സെയിം വാല്യൂ കൊടുക്കും. ബട്ട് 2 വേ ട്രാഫിക് ഇൻ സിംഗിൾ പ്ലെയിൻ റോഡ് ആണെങ്കിൽ നമ്മൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഈ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻസ്. കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് സെൻറ്റൻസ് ഓഫ് സ്പീഡ് ഓഫ് വെലോസിറ്റി 50 km/h, 2 വേ ട്രാഫിക് ഇൻ 2 ലൈൻ റോഡ്, 2 വേ ട്രാഫിക്കിന് സിംഗിൾ പ്ലെയിൻ റോഡ്. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇക്വേഷൻ എന്താ അറിയാം, ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്ക് ഡിസ്റ്റൻസ്. ലാഗ് ഡിസ്റ്റൻസ് അറിയാം, തിയറി അറിയാം, ഇക്വേഷൻസ് അറിയാം. V/T ആണ്. V എത്രയാണ്? 50 km/h. അത് km/h നമ്മൾ m/s മാറ്റണം. വേറെ ഒന്നുമില്ല, ബൈ 3.6 ഡിവൈഡ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമുക്ക് m/s കിട്ടും. ഓക്കെ, T എത്രയാണ്? T നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ IRC പ്രകാരം T 2.5 seconds ആണ്. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്? 50 km/h വെഹിക്കിൾ പോകുന്നത്. ആ സമയത്ത് നമ്മൾ ടേബിളിൽ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്, അത് 0.37 വരിക. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നിരിക്കും, ഇല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി വെക്കണം. ഓൾമോസ്റ്റ് വാല്യൂ ഒന്ന് മനസ്സിലാക്കി പിടിച്ചേക്കണം, നോക്കി വെക്കണം. ഓക്കെ, G 9.8 അറിയാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടും. ഇനിയിപ്പോൾ നമ്മളത് km/h തന്നെ നമ്മൾക്ക് m/s കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ 0.278 എന്ന വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടുന്നതല്ല മീറ്ററിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ കൊടുക്കുന്നത്? 2 വേ ട്രാഫിക്കിന് 2 ലൈൻ റോഡ്. 2 വേ ട്രാഫിക്കിന് 2 ലൈനാണ് നോർമൽ കൊടുക്കുന്ന ഇക്വേഷനാണ് നമുക്ക് വാല്യൂ കിട്ടുക. ഇപ്പോൾ 2 വേ ട്രാഫിക്കിന് സിംഗിൾ പ്ലെയിൻ റോഡ് ആണെങ്കിൽ ഇൻറ്റു 2 എത്രയാണ് കിട്ടുന്നത്? അത് ഇൻറ്റു 2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 വേ ട്രാഫിക്കിന് സിംഗിൾ പ്ലെയിൻ റോഡിൽ സ്റ്റോപ്പിംഗ് സൈഡ്സ് കിട്ടും. ഓക്കെ, വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.